ഇത്തവണ പുസ്തകമേളയോടനുബന്ധിച്ച് പ്രകാശനം ചെയ്യുന്ന പുസ്തകങ്ങളാണ് ഈ വേദിയിൽ ഇന്നിപ്പോൾ പ്രകാശിതമാകുന്നത്. ഈ പരിപാടിയുടെ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇന്നത്തെ പരിപാടിക്ക് ആദ്യത്തെ പുസ്തകം മൺസൂൺ ടെയിൽസ് എന്ന പുസ്തകമാണ്. ശ്രീമതി ഷേർലി സോമസുന്ദരം ആണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മകളും പ്രശസ്ത സിനിമാ നടിയുമായ മുത്തുമണിയാണ്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീ രാജസേനാണ്. രണ്ടാമത്തെ പുസ്തകം ക്രോസ്വേർഡ് പസിൽസ് ഫോർ സീനിയേഴ്സ് എന്ന പുസ്തകമാണ്. അത് ഞാൻ എഴുതിയ ഒരു പുസ്തകമാണ്. അത് ഡോക്ടർ വിധു പി നായർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് സ്വീകരിക്കുന്നത് ഷേർലി സോമസുന്ദരം. മൂന്നാമത്തെ പുസ്തകം അല്ലു അണ്ണാൻ്റെ കരുതൽ എന്ന പുസ്തകമാണ്. സപ്തപുരം അപ്പുക്കുട്ടൻ എന്ന പ്രശസ്ത കവിയും അധ്യാപകനുമായ അദ്ദേഹമാണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. പുസ്തകം പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ വിധു പി നായർ. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് മുത്തുമണി. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീ രാജസേന. അടുത്ത പുസ്തകം ശരാരി എന്ന പുസ്തകമാണ്. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് പ്രശസ്ത നോവലിസ്റ്റും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ശ്രീ ഗിരീഷ് വാസുദേവാണ്. പുസ്തകം പരിചയപ്പെടുത്തുന്നത് ശ്രീ മഹേഷ് സാരംഗ്. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ശ്രീ വിധു പി നായർ. പുസ്തകം ഏറ്റുവാങ്ങുന്നത് രാജേഷ് എസ് വള്ളിക്കോട്. ഈസാ കഥകൾ, ഒരു 4ാം ക്ലാസ്സുകാരൻ്റെ ഡയറിക്കുറിപ്പുകൾ എന്ന പുസ്തകം. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഈസാ ഹമ്പിൾ എന്ന 4ാം ക്ലാസ്സുകാരനാണ്. ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്നത് രാജേഷ് എസ് വള്ളിക്കോട്. ഏറ്റുവാങ്ങുന്നത് ശ്രീ രാജസേന. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനെത്തിയ എല്ലാ വിശിഷ്ട വ്യക്തികളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുവാനെത്തിയ രചയിതാക്കൾ, പുസ്തകം അവരുടെ കുടുംബാംഗങ്ങൾ, മാധ്യമപ്രവർത്തകർ, മറ്റു സുഹൃത്തുക്കൾ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഇന്നിവിടെ ആദ്യമായി പ്രകാശനം ചെയ്യുന്ന പുസ്തകം ശ്രീമതി ഷേർലി സോമസുന്ദരം എഴുതിയ മൺസൂൺ കഥകൾ എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തെപ്പറ്റി 2 വാക്ക്. ഇന്ത്യയുടെ കാർഷിക സമൃദ്ധിയുടെ കാവലാളാണല്ലോ മൺസൂൺ. മൺസൂണിൻ്റെ വരവോടനുബന്ധിച്ച് പല നാടുകളിലും പല പല വിശ്വാസങ്ങളും പഴഞ്ചൊല്ലുകളും കഥകളും കടങ്കഥകളുമൊക്കെ പ്രചാരത്തിലുണ്ട്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രചാരത്തിലുള്ള മൺസൂൺ കഥകൾ പ്രമേയമാക്കിയുള്ള 11 കഥകളുടെ സമാഹാരമാണ് മൺസൂൺ സ്റ്റോറീസ്. ഗോത്രപാരമ്പര്യത്തിൻ്റെ ഭാഗമായ ഈ കഥകൾ സമാഹരിച്ചത് പുനരാഖ്യാനം ചെയ്തിരിക്കുന്നത് ശ്രീമതി ഷേർലി സോമസുന്ദരമാണ്. പ്രശസ്ത നാടകപ്രവർത്തകയും അധ്യാപകയും വിവർത്തകയുമാണ് ശ്രീമതി ഷേർലി സോമസുന്ദരൻ. ഇംഗ്ലീഷിലും ഫോക്ലോർ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസിലും ബിരുദാനന്തര ബിരുദങ്ങൾ നേടിയിട്ടുള്ള ശ്രീമതി ഷേർലി കുട്ടികൾക്കുള്ള 63 നാടകങ്ങൾ രചിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ബാലനാടകവേദിക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് കേരള സംഗീത അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം, യുവകലാസാഹിതി PK റോസി അവാർഡ്, വായനാ പൂർണിമ ശ്രേഷ്ഠാചാര പുരസ്കാരം തുടങ്ങിയ ബഹുമതിയും ലഭിച്ചിട്ടുണ്ട്. ബഹുവർണ്ണത്തിലുള്ള ഈ പുസ്തകത്തിന് ആകർഷകമായ ചിത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അനിമേറ്ററും ചിത്രകലാ അധ്യാപകനും ചിത്രകാരനുമായ ശ്രീ ബോബി M. പ്രഫയാണ്. ഈ പുസ്തകം ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത് പ്രശസ്ത സിനിമാ താരവും സാംസ്കാരിക പ്രവർത്തകയും അതിലുപരി ശ്രീമതി ഷേർലി സോമസുന്ദരത്തിൻ്റെ മകളുമായ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ശ്രീമതി മുത്തുമണിയാണ്. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് ശ്രീമതി മുത്തുമണിയെ ആദരവോടെ ക്ഷണിക്കുന്നു. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീ ഗിരീഷ് വാസുദേവ്.
ക്രോസ്വേഡ് പസിൽസ് ഫോർ സീനിയേഴ്സ് എന്ന പുസ്തകമാണ്. ഈ പുസ്തകം മുതിർന്നവർക്ക് വേണ്ടിയിട്ട് ഉള്ള ക്രോസ്വേഡ് പസിൽസിൻ്റെ ഒരു സമാഹാരമാണ് ചെയ്തിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, പ്രായം കൂടി വരുമ്പോഴത്തേക്കും നമ്മുടെയൊക്കെ തലച്ചോറിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാകും. പല കാര്യങ്ങളും നമ്മുടെയൊക്കെ ഓർമ്മയിൽ നിന്നും വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഈ ഓർമ്മകൾ തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ അത് നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി എന്നുള്ള രീതിയിലാണ് ക്രോസ്വേഡ് പസിൽസിനെ ലോകം മുഴുവൻ കാണുന്നത്. അങ്ങനെയുള്ള 100 ക്രോസ്വേഡ് പസിൽസിൻ്റെ ഒരു പുസ്തകമാണ് ഇത്. ഞാൻ രചിച്ച ഒരു പുസ്തകമാണ്. ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ വിധു പി നായർ. ഒരു 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ ഗൃഹാതുരതയുടെ ഒരു ഫീലാണ് ഈ ക്രോസ്വേഡ് പസിൽസിനെ കുറിച്ച് പറയുമ്പോൾ. പണ്ട് ഈ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൻ്റെ സൺഡേ എഡിഷനിൽ ഒരു പേജിൽ ഒരു സുഡോക്കുവും ഒരു ക്രോസ്വേഡും വരും. ഈ ക്രോസ്വേഡും സുഡോക്കുവും ശീലിച്ച് വന്ന ആൾക്കാർക്ക് എത്ര പ്രായമായാലും അവരുടെ വൊക്കാബുലറി ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അങ്ങനെ ശിക്ഷണത്തോടു കൂടി അതിനെ ഏറ്റെടുത്ത ഒരു വിദ്യാർത്ഥിയായിരുന്നു 80കളിൽ ഞാൻ. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം കണ്ടപ്പോൾ എനിക്ക് കുറേ വർഷങ്ങൾക്ക് പുറകോട്ട് തിരിഞ്ഞു ഓടിയതുപോലെ തോന്നുകയുണ്ടായി. കൂടുതൽ ഇനി ആ പുസ്തകം വായിച്ചു തീർന്നിട്ടില്ല. എന്നാലും ആ പുസ്തകത്തിന് എല്ലാ ഭാവങ്ങളും നേരുകയും ഇത് വായിക്കുന്ന എല്ലാവർക്കും അവർക്കൊരു ഗൃഹാതുരതയും അതേ സമയത്ത് തന്നെ അവരുടെ ന്യൂറോൺസിൻ്റെ പുതിയ പൊടിപ്പുകൾ, പുതിയ സ്പേർട്ടുകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ പുസ്തകം പരിചയപ്പെടുത്തിയതായി എല്ലാവരെയും അറിയിക്കുന്നു. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ശ്രീമതി മുത്തുമണി. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീമതി ഷേർലി സോമസുന്ദരം. പുസ്തകം ശ്രീ സപ്തപുരം അപ്പുക്കുട്ടൻ രചിച്ച അല്ലു അണ്ണാൻ്റെ കരുതൽ എന്ന പുസ്തകമാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുസ്തകമാണ്. വായിച്ചു തുടങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് പദസമ്പത്തും കഥാപരിചയവും ലഭ്യമാക്കുന്ന രീതിയിൽ വളരെ ലളിതമായ പദങ്ങളിൽ രചിച്ചിട്ടുള്ള പുസ്തകം വളരെ ആകർഷകമായ ചിത്രങ്ങളോടെയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ പുസ്തകം പരിചയപ്പെടുത്തുന്ന ഡോക്ടർ വിധു പി നായർ. ഇന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി നമ്മളെപ്പോലെ ജീവിതത്തിൻ്റെ വൈതരണികളിലേക്ക് തിരിഞ്ഞു നടക്കുമ്പോൾ അല്ലെങ്കിൽ എത്തുമ്പോൾ 2040 കഴിഞ്ഞിട്ടുണ്ടാവും. അന്ന് ആ കുട്ടിക്ക് ഇന്ന് പഠിച്ചാൽ ആ കുട്ടി 2040 ജീവിക്കും, വെല്ലുവിളികൾ ഏറ്റെടുക്കും എന്നൊക്കെ ചിന്തിച്ചാൽ നമുക്കൊരു അന്തവും കുന്തവും ഉണ്ടാവില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ശാസ്ത്ര പഠനങ്ങൾ ഇപ്പോൾ തുടങ്ങിയാൽ തീർച്ചയായും അക്കാലത്ത് വലിയ കരിയർ സാധ്യതകൾ ഉണ്ടാവും എന്നുള്ള ഉറപ്പുണ്ട്. ഒരുപക്ഷെ മാധവ് ഗാഡ്ഗിൽ മരിച്ച പിറ്റേ ദിവസം തന്നെ ഇതുപോലെ എൻവയോൺമെൻറ്റുമായി ഇഴചേർന്ന് നിൽക്കുന്ന ഒരു പുസ്തകം അത് പബ്ലിഷ് ചെയ്യുന്നത് തന്നെ ഒരു വലിയ കാവ്യനീതിയായിട്ട് വേണം കാണാൻ. എന്തായാലും ഈ പുസ്തകം കുട്ടികളുടെ മനസ്സിൽ പ്രകൃതിയോടുള്ള സ്നേഹവും അനുകമ്പയും അഭിനിവേശവും എല്ലാം ഉണർത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 16 പേജുള്ള പുസ്തകമാണ്. പക്ഷേ ആ പുസ്തകത്തിൻ്റെ സന്ദേശം ആ പുസ്തകത്തിൻ്റെ വലിപ്പത്തിലും എത്രയോ വലുതാണ്. ഈ പുസ്തകവും കൂടി പരിചയപ്പെടുത്തിയതായി നിങ്ങളെല്ലാവരെയും ഓർപ്പിക്കുന്നു. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ശ്രീമതി മുത്തുമണി. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീ ഗിരീഷ് വാസുദേവ്.
അടുത്തത് കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ഒരു ബാല നോവലാണ്. ശരാരി എന്നാണ് ഈ നോവലിൻ്റെ പേര്. ശ്രീ ഗിരീഷ് വാസുദേവ് ആണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. വിദ്യാഭ്യാസ പ്രവർത്തകനും നോവലിസ്റ്റുമായ ശ്രീ ഗിരീഷ് വാസുദേവിൻ്റെ ആദ്യ നോവൽ വളരെ ശ്രദ്ധേയമായിരുന്നു. തിരുവനന്തപുരം പശ്ചാത്തലമാക്കി എഴുതിയിരുന്ന ആ നോവലിന് ശേഷം രണ്ടാമത് അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി രചിച്ച നോവലാണ് ശരാരി. ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നതിനായി ശ്രീ മഹേഷ് സാരംഗ് പുസ്തകം ശ്രീ വിധു സാർ പരിചയപ്പെടുത്തുന്നു. ഗിരീഷ് സാറിനെ എനിക്ക് കുറച്ച് കാലമായിട്ട്, ഒരു 10 വർഷത്തോളമായിട്ട് അറിയാം. ഗിരീഷ് സാറിനോട് കൂടി നടന്ന് ഉള്ള ശീലം കൊണ്ട് തന്നെ ഈ ശില നെയ്തവൾ എന്ന പുസ്തകത്തിലെ കഥാപാത്രങ്ങളും ശരാരി എന്ന പുസ്തകത്തിലെ കഥാപാത്രങ്ങളും ഒക്കെ എനിക്ക് വളരെ പരിചയമുണ്ട്. ആ പരിചയം ചിലപ്പോഴെല്ലാം ഗിരീഷ് സാറിനെ തന്നെയാണ് ഞാൻ ആ പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങളായിട്ട് കാണുക തന്നെ. ഒരു 70കളിൽ ഒക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഈ പുസ്തകം തീർച്ചയായും ഗ്രഹാതുരതയുടെ ഒരു ഭീകരമായ ഒരു ഫീലിംഗ് നൽകുന്നുള്ള ഉറപ്പാണ്. ഇന്ന് ആ പുസ്തകത്തിൽ ഈ പുസ്തകത്തിൽ വായിക്കുന്ന പല രംഗങ്ങളും പല സീനുകളും ഇപ്പോൾ ഒരു 50 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ പരിചിതമായിട്ടുള്ളൂ. ആ ഒരു കാലത്തേക്ക് ഇപ്പോഴുള്ള ഹൈസ്കൂൾ കുട്ടികളെ തിരിച്ചു കൊണ്ടുപോകണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് പ്രേം നസീർ അഭിനയിച്ച സിനിമകൾ വേണം, അല്ലെങ്കിൽ ഇത്രയുള്ള പുസ്തകങ്ങൾ വേണം. പ്രേം നസീർ അഭിനയിച്ച ചില കാവ്യാത്മകമായ സിനിമകൾ പോലെ തന്നെ വളരെ എന്താ പറയുക, റിയലിസ്റ്റിക് ആയിട്ട് തന്നെ റൊമാൻറ്റിസിസം കൈകാര്യം ചെയ്തിട്ടുള്ളൊരു പുസ്തകമാണ് ഈ ശരാരി എന്നുള്ളത്. ശരാരിയും വായിക്കണം. ഇവിടെ ശരാരിയുമായി ബന്ധപ്പെട്ട പല കഥാപാത്രങ്ങളും ഉണ്ട് എന്നെനിക്കറിയാം. ഒരു പക്ഷേ അവരറിയുന്നില്ലെന്നേ ഉള്ളൂ. ഈ ഗിരീഷ് സാറുമായിട്ട് പരിചയമുള്ള, അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുകയും ഒന്നിച്ച് നടക്കുകയും ചെയ്തിട്ടുള്ള പലർക്കും ശരാരിയായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ മാറേണ്ടി വന്നിട്ടുണ്ടാവും. തീർച്ചയായും ഈ പുസ്തകം നിങ്ങൾ ഓരോരുത്തരും വായിക്കണം. ഇത് പരിചയപ്പെടുത്തേണ്ട പുസ്തകമല്ല, പകരം ഇതെല്ലാവരും വായിച്ച് അനുഭവിക്കേണ്ട ഒരു പുസ്തകമാണ്. താങ്ക് യു. പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് ശ്രീ ഡോക്ടർ വിധു സാറിനെ ക്ഷണിക്കുന്നു. പുസ്തകം സ്വീകരിക്കുന്നത് ശ്രീ രാജേഷ് എസ് വള്ളിക്കോട്. കൊച്ചു കൂട്ടുകാരൻ എഴുതിയ പുസ്തകമാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈസ ഹംബിൾ എന്ന് പറയുന്ന കൂട്ടുകാരൻ എഴുതിയ ഈസയുടെ ഡയറി കുറിപ്പുകൾ അല്ലെങ്കിൽ ഈസ കഥകൾ ഇവിടെ പ്രകാശനം ചെയ്യുന്നു. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ശ്രീ രാജേഷ് എസ് വള്ളിക്കോട്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീ ഗിരീഷ് വാസുദേവ്. പുസ്തകപ്രകാശന ചടങ്ങ് അവസാനിച്ചിരിക്കുന്നു. ഇനി ഈ പുസ്തകം എഴുതിയ ആൾക്കാരുടെ പുസ്തകത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്, അവർക്ക് ശ്രീ രാജേഷ് സാർ വള്ളിക്കോട് സാർ ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നു. ഈസ കഥകൾ. 1997 കേരളത്തിൽ പാഠ്യപദ്ധതി പരിഷ്കരണം ആരംഭിച്ചത്. അതുവരെ അധ്യാപക കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസത്തെ കുട്ടികളുടെ പക്ഷത്തെ കൊണ്ടുവന്ന പരിഷ്കരണം, അതിനുശേഷം ക്ലാസ് മുറിയിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റം, ഒരുപാട് എഴുത്തുകാർ കുട്ടികൾ എഴുത്തുകാരായി, അധ്യാപകർ എഴുത്തുകാരായി. ആ എഴുത്തിൻ്റെ തുടർച്ച ഇപ്പോൾ നടക്കുകയാണ്. 2023 പാഠ്യപദ്ധതി പരിഷ്കരിച്ചു. അപ്പോൾ കുട്ടികൾക്ക് തങ്ങളുടെ ആത്മാവിഷ്കാരങ്ങൾ നടത്തുവാൻ ഡയറി ഒരു പ്രധാന മാധ്യമമായി. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഡയറി എഴുതുന്നുണ്ട്. അത് രക്ഷകർത്താവിൻ്റെ സഹായത്തോടുകൂടി എഴുതുന്ന സംയുക്ത ഡയറി
NCERT അടക്കമുള്ളവയുടെ അംഗീകാരം വാങ്ങിച്ചു. ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടികൾ എഴുതുന്ന ഡയറിയെ നമ്മൾ സർഗാത്മക ഡയറി എന്നാണ് പറയുന്നത്. ഈ സർഗാത്മകതയുടെ വസന്തം വിരിയിക്കുന്ന ഒരു പുസ്തകമാണ് ഇസയുടെ ഡയറി കുറിപ്പുകൾ. നമ്മൾ അത്ഭുതപ്പെടും 4ാം ക്ലാസ്സിലെ കുട്ടി ഇങ്ങനെ ചിന്തിക്കുമോ എന്ന്. ഗാസയിലെ യുദ്ധത്തെക്കുറിച്ച് വാർത്ത വായിക്കുന്ന സ്കൂളിൽ വാർത്ത വായിച്ച് കേൾക്കുമ്പോൾ ഇസ ചിന്തിക്കുന്നത് തൻ്റെ ചുറ്റുമുള്ള ഉറുമ്പുകൾ ഇതാ കൂട്ടത്തോടെ പോകുന്നു, ഒരു ചെറിയ ലഡുവിൻ്റെ തരി അവർ ഒന്നിച്ചു ചേർന്ന് ആഹാരം പങ്കിട്ട് വാങ്ങുന്നു, മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത്? അങ്ങനെ നിരന്തരമായ നിരീക്ഷണം. അതോടൊപ്പം തന്നെ പുതിയ കാലത്തെ മനുഷ്യർക്ക് അനിവാര്യമായ വളരെ രൂക്ഷമായ രീതിയിലുള്ള വിമർശനത്തോടൊപ്പം തന്നെ എങ്ങനെയാണ് ഹാസ്യത്തെ സർഗാത്മകമായി ഉപയോഗിക്കാൻ കഴിയുന്നത്, തൻ്റേതായ വാക്കുകൾ സൃഷ്ടിച്ചുകൊണ്ട്. സത്യത്തിൽ നമ്മൾ മുതിർന്ന ആളുകൾ കുട്ടികൾക്ക് വേണ്ടി എഴുതുമ്പോൾ അനിവാര്യമായി ചെയ്യേണ്ട കാര്യം ഈ കുട്ടികളുടെ എഴുത്തിലേക്കൊന്ന് നടക്കണം. അതിനുശേഷമേ മുതിർന്നവർ എഴുതാവൂ. മുതിർന്നവരുടെ വരണ്ട ഗ്രഹാതുരത്വമല്ല ഈ കാലത്തിൻ്റെ എഴുത്തിൽ വേണ്ടത്. മുതിർന്നവർ എന്താണ് എഴുതേണ്ടതെന്ന് ഇസയുടെ ഡയറി നമ്മളോട് പറഞ്ഞു തരൂ. വളരെ സർഗാത്മകമായ ആവിഷ്കാരം. ഈ കുട്ടി എഴുത്തിൻ്റെ വഴിയിൽ ഒട്ടേറെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നു. ശ്രീമതി ഷേർലി സോമസുന്ദരൻ 2 വാക്ക് സംസാരിക്കുന്നു. ഇന്ന് ഇവിടെ വെച്ച് എൻ്റെ പുതിയ പുസ്തകം മൺസൂൺ ഡയറീസ് പ്രസാദനം ചെയ്യാനിടയായതിൽ അതിയായ സന്തോഷമുണ്ട്. ഒരുപാട് പ്രിയപ്പെട്ടവർ ഇതിന് വന്ന് ചേർന്നിട്ടുണ്ട്. അവരോടെല്ലാം എൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ പുസ്തകം ഒരുക്കിയ പ്രസാദ് സാറിനും ബ്ലൂ പീ പബ്ലിക്കേഷനും അതിന് ഇലസ്ട്രേഷൻ ചെയ്ത ബോബിക്കും പ്രത്യേകം നന്ദി. എൻ്റെ പ്രിയപ്പെട്ട 2 എഡിറ്റേഴ്സ് ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ ഒരു പുസ്തകം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി എഡിറ്റ് ചെയ്ത രാധികയുണ്ട്, പ്രസാദ് സാറുണ്ട്. എല്ലാവരെയും വീണ്ടും കണ്ടതിൽ സന്തോഷമുണ്ട്. എനിക്ക് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. നമ്മളെല്ലാവരും വിചാരിക്കുന്ന പോലെ കുട്ടികളെ ഏറ്റവും അധികം അലട്ടുന്ന പ്രശ്നം മറ്റൊന്നുമല്ല. അവർ നിരന്തരം ഏറ്റുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന ക്ലൈമറ്റ് ചേഞ്ചാണ്. അതിനെ നമ്മൾ ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല. നമ്മൾ പാഠപുസ്തകങ്ങളിൽ വനവിഭവങ്ങളെക്കുറിച്ചും വനമഹോത്സവത്തെക്കുറിച്ചൊക്കെ എഴുതിയിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. നമ്മുടെ വിചാരം വേറെ എന്തൊക്കെയാണ് ഇവർ അഭിമുഖീകരിക്കാൻ പോകുന്നതല്ല. അവർ അതിനെക്കുറിച്ച് അവർ തന്നെ ഇറങ്ങി പുറപ്പെട്ട് എന്തെങ്കിലും ചെയ്തെങ്കിലേ അവർക്ക് രക്ഷപ്പെടാനാവുന്നു വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് നിരന്തരം അതിനെക്കുറിച്ച് എഴുതുകയും പറയുകയും കുട്ടികളോട് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഉറച്ച് വിശ്വസിക്കുന്നത് ഈ കുട്ടികൾ നമ്മളോട് ചോദിക്കും, എവിടെ നമ്മുടെ സമ്പന്ന വനസ്ഥലികൾ, എവിടെ നമ്മളുടെ മനോഹരമായ പുഴകൾ, എവിടെ ഞങ്ങളുടെ പ്രാണവായു, എവിടെ ഞങ്ങളുടെ മണ്ണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം പറയാനില്ല. അങ്ങനെയുള്ള തോന്നലുകളിൽ നിന്നും അവർക്കൊരാശ്വാസം കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ പ്രകൃതിയോട് ചേർന്ന് വിളിക്കുന്ന കഥകൾ ഞാൻ എപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ നാടകങ്ങളായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ എടുത്ത ഒരു കഥകളുടെ സമാഹാരമാണ് ഈ മൺസൂൺ സ്റ്റോറീസ്. ഇതിലെല്ലാം ആത്യന്തികമായിട്ട് പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, ജലവും മനുഷ്യനും അല്ലെങ്കിൽ പ്രകൃതിയും മനുഷ്യനും എപ്പോഴും എന്നും ചേർന്നാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് ഇരിക്കേണ്ടത്. അതിന് മുറിവുണ്ടാകുമ്പോൾ വലിയ വിനാശം സംഭവിക്കുന്നു. 2 വരി കവിത സന്താൾ ഗോത്രവർഗത്തിലെ കവിതയാണ്. അവർക്ക് വിദ്യാഭ്യാസമില്ല, എഴുത്തില്ല, വായനയില്ല, പക്ഷെ അതിലെല്ലാം അടങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കവിത ഇങ്ങനെയാണ്: അവസാനത്തെ പശുവിനെയും കൊന്നു തിന്ന് കഴിയുമ്പോൾ, അവസാനത്തെ മത്സ്യത്തെയും പിടിച്ചു നിന്ന് കഴിയുമ്പോൾ, അവസാനത്തെ വൃക്ഷവും വെട്ടുവീഴ്ത്തി കഴിയുമ്പോൾ, അവസാനത്തെ നദിയും മലിനമാക്കി കഴിയുമ്പോൾ മനുഷ്യന് മനസ്സിലാകും പണത്തിന് അവൻ്റെ വിശപ്പടക്കാനാവില്ലെന്ന്. എഴുത്തും വായനയും അറിയാത്ത അവരിങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ നമ്മളുടെ പ്രവൃത്തികളെയും ചിന്തകളെയും വീണ്ടും വഴിതിരിച്ചു വിടേണ്ട സമയമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി. എൻ്റെ കൂടെ പുസ്തകം പ്രകാശിപ്പിച്ച പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കെല്ലാം അഭിനന്ദനങ്ങൾ, ആശംസകൾ. ശ്രീ സപ്തപുരം അപ്പുക്കുട്ടൻ. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, കുട്ടികളെ കണ്ടാൽ മതി, അവർ പറയുന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതില്ല എന്ന ഒരു ഇംഗ്ലീഷ് പഴമൊഴിയുണ്ട്. പക്ഷെ നമ്മൾ ഭാരതീയ ദർശനത്തിൽ ഒരിക്കലും അങ്ങനെയല്ല. കുട്ടികളെ അങ്ങേയറ്റം ശ്രദ്ധിക്കുന്നവരാണ് നമ്മൾ. കുട്ടികൾക്ക് വേണ്ടിയാണ് ഉറക്കുപാട്ടുകളുണ്ടായത്, ഉണർത്തുപാട്ടുകളുണ്ടായത്. നമ്മൾ അനന്തപുരിയിൽ നിന്ന് ശ്രദ്ധിക്കുമ്പോൾ ഓമനത്തിങ്കൾക്കിടാവോ എന്നല്ല കോമളത്താമരപ്പൂവോ എന്നുള്ള പാട്ട് ഒരു പക്ഷേ നമ്മുടെ ചെവികളിലൊക്കെ എത്തും. അതേപോലെ തന്നെ ഉണരുന്ന കുട്ടിയെ ഉണർത്തുന്നതിന് വേണ്ടിയും ധാരാളം പാട്ടുകളുണ്ടായി. ഞാൻ പറഞ്ഞ ഭാരതീയ ദർശനത്തിൽ കേരളത്തിൻ്റെ സംസ്കാരത്തിൽ ബാലസാഹിത്യത്തിന് അങ്ങേയറ്റം പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കാലം അന്ന് മുതൽ ഇന്ന് വരെയും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ദീർഘകാലം അധ്യാപകനായിരുന്നു എന്ന നിലയ്ക്ക്, പ്രത്യേകിച്ചും പ്രൈമറി സ്കൂൾ അധ്യാപകൻ എന്ന നിലയ്ക്ക് കുട്ടികളുടെ ഭാവന, അവരുടെ ചിന്താശേഷി, ഭാഷ, ഇങ്ങനെയുള്ള പല സന്ദർഭത്തിലും വിലയിരുത്താൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ
ബാലസാഹിത്യത്തിൽ എനിക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ 6ാമത്തെ ബാലസാഹിത്യ കൃതിയാണ് ഇവിടെ പ്രകാശിതമാകുന്നത്. അതിൽ അമേരിക്കൻ പീഡിയാട്രിക് അസോസിയേഷൻ പറയുന്നത് ഒരു കുട്ടിയെ ചികിത്സിക്കാൻ കൊണ്ടുവരുമ്പോൾ ഡോക്ടർമാർ നല്ല പുസ്തകങ്ങൾ കൂടി വായിക്കാൻ അവരോട് നിർദ്ദേശിക്കണമെന്നാണ്. കുട്ടിയെ ചികിത്സിക്കാൻ വരുന്ന ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ അങ്ങനെ ഒരു നിർദ്ദേശം കൂടി രക്ഷകർത്താക്കൾക്ക് കൊടുക്കണം എന്ന് നിർദ്ദേശിക്കുന്ന സൈദ്ധാന്തിക ധാരയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ കുട്ടികളെ എങ്ങനെ പരിചരിക്കണം, എങ്ങനെ സംരക്ഷിക്കണം എന്നത് അധ്യാപകരും വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും പൊതുസമൂഹവും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണ് ഇത്. അപ്പോൾ നമുക്ക് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൂടുതലായിട്ട് പാരിസ്ഥിതിക ബോധ്യങ്ങൾ കുട്ടികൾക്കുണ്ടാകുന്ന എൻ്റെ പുസ്തകങ്ങളിൽ എല്ലാത്തിലും ഞാൻ അതിന് ഊന്നൽ കൊടുത്തിട്ടുണ്ട്. ഇതിലും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു മഞ്ചാടിക്കുരുവിൻ്റെ കഥയാണ് അത് വികസിക്കുന്നത്. 13-14 പേജിൽ അവസാനിക്കുന്ന ഒരു ചെറിയ പുസ്തകമാണ്. ഡീപ്പ് ഇക്കോളജിക്ക് വളരെയേറെ പ്രാധാന്യമുള്ളൊരു കാലമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് അപ്പുറത്തേക്ക് ഇപ്പോൾ ഡീപ്പ് ഇക്കോളജിയുടെ കാലമാണ്. മനുഷ്യൻ മാത്രമല്ല, പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും നിലനിൽക്കണമെന്നും അവയ്ക്കെല്ലാം നിലനിൽക്കാനുള്ള അവകാശവും അതിന് വേണ്ടുന്ന സംരക്ഷണവും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമെന്നും കൂടെ നമ്മെ ബോധിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ്. കുട്ടികളുടെ ന്യൂറോണുകളുടെ പ്രവർത്തനം എയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും ജിബ്ലിയുടെയൊക്കെ ലോകത്താണ്. അപ്പോഴും നമ്മുടെ ഭൗതികമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് കുട്ടിക്കാലത്തെക്കുറിച്ച് കുറച്ച് സർഗാത്മകമായ ബോധ്യം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകണം എന്നുകൂടി വിശ്വസിക്കുന്ന പ്രവർത്തന പരിചയത്തിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാളെന്ന നിലയ്ക്കാണ് ഞാൻ ഈ പുസ്തകത്തെ കാണുന്നത്. ഞാൻ ഇതിൻ്റെ രചന നിർവഹിച്ചിട്ടുള്ളത്. അത് കുട്ടികൾക്ക് വായിച്ചു കൊടുക്കുവാനും പ്രൈമറി സ്കൂളിലെ കുട്ടികൾക്ക് അതിന് ഒപ്പം വായിക്കുവാനും വളരെ ലഘുവായിട്ടുള്ളൊരു ഗ്രന്ഥമാണ്. ഒപ്പം തന്നെ എൻ്റെ ഈ വേദിയിൽ ധാരാളം പുസ്തകങ്ങൾ പ്രകാശിതമായി പലരെയും നേരിട്ടറിയുന്നവരല്ല നമ്മൾ. ഇത് ഇവിടെ നിൽക്കുന്ന പലരും അങ്ങനെ ഇത്തരം സന്ദർഭങ്ങളിലാണ് നമ്മളെ സർഗാത്മകതയുടെ ഒരു തന്തുവാണ് നമ്മളെല്ലാം കൂട്ടിയിണക്കുന്നത് എന്നത് ഒരിക്കൽ കൂടി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഈ സന്ദർഭം. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് വളരെ പെട്ടെന്ന് നമ്മുടെ GPയുടെ അതിൻ്റെ പൂർണ്ണമായ നടത്തിപ്പുള്ള ശ്രീ പ്രസാദ് കാണിച്ചിട്ടുള്ള സന്മനസ് വളരെ സന്തോഷത്തോടെ ഞാൻ ഓർമ്മിക്കുന്നു. ഈ പുസ്തകം പരിചയപ്പെടുത്തിയവർ, ഇതിന് പങ്കാളികളായിട്ടുള്ളവർ, പ്രൗഢമായി സദസ്സ് എല്ലാത്തിനും ഒരു ബാലസാഹിത്യകാരൻ എന്ന നിലയ്ക്ക് എൻ്റെ ബാല്യമല്ലാത്ത മനസ്സ് കൊണ്ട് സന്തോഷം രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ഈസ. ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങളാണ് ഈ എൻ്റെ ഡയറിയിലാക്കി കൊടുത്തിട്ടുള്ളത്. അത് മെച്ചപ്പെട്ട് വന്നതുകൊണ്ടാണ് ഈസ കഥകൾ പറഞ്ഞത്. വളരെയധികം സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിച്ചു. വളരെയധികം പ്രോത്സാഹിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ഇവിടെ ഈ വേദിയിൽ നിൽക്കാൻ എനിക്ക് സാധിച്ചത്. വളരെയധികം നന്ദി. എനിക്ക് ഇനിയൊന്നും പറയാനില്ല. സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. ഈ ഈസ കഥകൾ എഴുതിയിട്ടുള്ള എൻ്റെ കുറച്ചധികം ഡയറി കുറിപ്പുകളാണ്. ജീവിതത്തിലെ കുറച്ച് ഡയറികൾ എന്ന് വെച്ചാൽ എൻ്റെ നിത്യജീവിതത്തിലെ കുറച്ച് പ്രത്യേക കാര്യങ്ങളാണ് ഞാൻ ഈ ഡയറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്രയും മെച്ചപ്പെട്ട് വന്നതുകൊണ്ടാണ് ഈ ബുക്ക് ഇവിടെ വന്നത്. ഈസ കഥകൾ വളരെയധികം സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. ഒന്നും പറയില്ല. ശ്രീ ഗിരീഷ് വാസുദേവ് ഈ ചടങ്ങിന് നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും നമ്മൾ ഒരുപാട് ബാലസാഹിത്യ കൃതികൾ മലയാള സാഹിത്യത്തിൽ സമ്പുഷ്ടമാണ്. അതുപോലെ തന്നെ ഈ മിക്കവാറും ഗ്രന്ഥങ്ങൾ കൊച്ചുകുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ വളരെ തത്വോപദേശങ്ങളും സാരോപദേശങ്ങളും നിറഞ്ഞ തരത്തിലേക്ക് രൂപപ്പെട്ടിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏതാണ്ടൊരു 14 വയസ്സിന് മേലോട്ടുള്ള കുട്ടികൾക്ക് വായിക്കാൻ, അവരുടെ വായന ആസ്വാദന ശേഷിയെ പരിപോഷിപ്പിക്കുവാൻ പോകുന്ന തരത്തിലുള്ള ബാലസാഹിത്യ കൃതികൾ തുലവും കുറവാണ് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് അത്തരത്തിൽ ജീവിതത്തിലെ പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെ നേരിടാൻ ധൈര്യം നൽകുന്ന തരത്തിലുള്ള ഒരു പുസ്തകം രചിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ഞാൻ എഴുതിയ ശരാരി എന്ന നോവൽ, കുട്ടികളുടെ നോവൽ, ഈ ശരിക്കും ബ്ലൂപ്പയുടെ അനുഗ്രഹാശിസുകളോടുകൂടി ഇന്നിവിടെ പ്രകാശനം ചെയ്യുവാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. അതിൽ
എന്നോടൊപ്പം പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന എഴുത്തുകാർക്കും പിന്നെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് വായനക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും ഹൃദയപൂർവ്വമായ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും സ്നേഹത്തോടു കൂടി നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി.